ഞാനൊക്കെ ജീവിതത്തിൽ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ എന്നിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഒന്ന് രണ്ട് കേസുകളല്ല, ഒരുപാട് കേസുകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിന്നോടിത് പറയണത്. ഇപ്പം ഇവിടുത്തെ പാർട്ടി ഓഫീസ് പെയിന്റിങ്ങിന് വേറെ ഒരുപാട് പേര് പിടിവലി കൂടണുണ്ട്. അതിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഞാൻ നീ ഇവിടെ നിന്നിരിക്കണം. അതെ, ചെറുക്കനോടെ പവൻ ബംഗാളി അവൻ അവിടെ കാണും. ഞാൻ അങ്ങോട്ട് കയറിയില്ല. അവനെ വിളിച്ചോണ്ട് അവിടെ പണി ചെയ്യണ്ടേ? അതിനല്ലേ ബാബു വന്നേക്കണേ. പോയി വിളിച്ചുടച്ചിട്ട് കൊണ്ടുപോവാ. ബാബുവേ, ബാബുവിന് ചായ വേണോ? ചായ വേണം പറഞ്ഞാൽ. അപ്പോൾ സംഭവം നേരിട്ടാ 2 ചായ. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി ഓഫീസ് പെയിന്റിങ്ങിന് ആൾക്കാർ പിടിയും വലിയും കൂടി നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് നിന്റെ പെയിന്റിങ്ങിന്റെ എനിക്ക് നല്ല വിശ്വാസമാണ്. പക്ഷെ ഞാൻ പിടിച്ച പിടിയാലെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു, ബാബു നമ്മളെ പാർട്ടിയിലെ വേണ്ടപ്പെട്ട റാണിയാണ്. ഈ പെയിന്റിങ് ബാബു തന്നെ ചെയ്യും. ആ ബാബു പൈസ നോക്കാതെ തന്നെ ചെയ്യുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാബു എന്തെങ്കിലും നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടി ഓഫീസാണ്, വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് എന്ന നാട്ടുകടപ്പനുസരിച്ച് ഞാൻ മാന്യമായിട്ട് എന്തെങ്കിലും ചെയ്യും. എൻ്റെ പൊന്നു നേതാവേ, രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് 1000 രൂപ കൂലി ചോദിക്കുന്നത് കൂടുതലാണ്. അല്ല, എന്നാലും നമ്മളെ പാർട്ടിക്ക് വേണ്ടിയല്ലേ, നമ്മളെ DDTക്ക് വേണ്ടിയല്ലേ, നമുക്കെല്ലാം ഇരിക്കാൻ വേണ്ടിയല്ലേ ബാബു. അപ്പോൾ 1000 എന്നുള്ളത് ഒരു പകുതിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ബാബു സഹകരിക്കണം. പിന്നെ നിനക്ക് കൂടെ സഹായിയായിട്ട് ഒരു ചെറുക്കനുണ്ട്, ബംഗാളിയും കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അവനും കൂടെ നിന്നോട് നിൽക്കും. അവന് പണിയൊക്കെ അറിയാമോ? അവൻ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പയ്യനാണ്. മതി, ആ പണി അറിയാം. ഇല്ലെങ്കിൽ നീ പഠിപ്പിച്ചോട് കേട്ടാ. അത് ഞാൻ പഠിപ്പിച്ചോളാം. എന്തായി അളിയന്റെ പെയിന്റിംഗ് ഒക്കെ? അളിയന്റെ പെയിന്റിങ് അതെന്താ നീ ഒരുമാതിരി ആക്കി വർത്താനം? നമ്മളെ പാർട്ടി ഓഫീസിന്റെ പെയിന്റിംഗ് എന്ന് പറയാൻ സാറേ, ഞാൻ കേന്ദ്ര അപ്പുക്കുട്ടൻ സാറുമായിട്ടൊക്കെ സംസാരിച്ചപ്പം നമ്മളെ പാർട്ടിയിലുള്ള ഒരു അണി തന്നെ അത് ചെയ്യട്ടെ, ബാബു ചെയ്യട്ടെ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ബാബു, നിനക്ക് ഞാനൊരു ഓഫർ തരെയാണ്. ഈ പണി നീ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നിനക്ക് ഞാനൊരു ഗംഭീര പണി പിടിച്ചു തരും. എന്ത് പണി? അതായത് ഭരണം ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മുടെ കയ്യിലേക്ക്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ പെയിന്റിങ് നിനക്ക് ഞാൻ തരും ബാബു. ഇത് എന്റെ ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഭരണം 5 വർഷം തീർന്നവരെ നിനക്ക് അവിടെ പെയിന്റ് ആവശ്യമുള്ള ഏരിയ കിടക്കല്ലേ, പെയിന്റ് അടിച്ച് ശരി തന്നെ. ഇതായിരിക്കുന്നത് അൻസാർ മെമ്പർ പഞ്ചായത്ത് ഇലക്ഷന് ജയിച്ചപ്പം ആ പഞ്ചായത്ത് ഓഫീസ് എനിക്ക് പെയിന്റിങ്ങിന് തരാന്ന് പറഞ്ഞതാ. പുള്ളി സ്വന്തം അളിയന് കൊടുത്ത്. അത് അന്നത്തെ അൻസാറിന്റെ സാഹചര്യം മോശമായിരുന്നു. അന്ന് അളിയൻ ആ പെയിന്റിംഗ് കൊട്ടേഷൻ പിടിച്ച് കൊടുത്തില്ലെങ്കിൽ ചില അൻസാറിന്റെ കിടപ്പ് തന്നെ വീടിന് പുറത്തായിരുന്നു. ചില സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോകും ബാബു. ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. അതെ ബാബു, ഇത് ബാബുവിന് വിളിച്ച കൊട്ടേഷനാണ്, അത് ബാബു ചെയ്യും. അവനോട് ഇല്ല, അവനും ഇല്ല, അവന്റെ ബാഗും ഇല്ല, ആട് കിടന്നെടുത്ത് ഒരു പൂട പോലും ഇല്ല. അവൻ പോണേ പോട്ട്, നമ്മളെ വാങ്ങിച്ച പെയിന്റും സാധനങ്ങൾ അതെടുത്തോണ്ടോ? അതുമില്ല. അതുമില്ലേ? അതുമില്ല. എന്റെ കർത്താവേ, ഈ വായി നോക്കിയത് എവിടെ പോയിട്ടുണ്ട്? നമ്മളാ ബംഗാളി ചെറുക്കൻ ഇവിടെ എങ്ങനെ വന്നാ? ബംഗാളി ചെറുക്കനോ? അയ്യോ, ഇന്നലെ രാത്രി ഇവിടെ വന്ന് അവരെ വയറ് നിറച്ച് പുട്ടടിച്ചിട്ട് പോയിട്ട് പൈസ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ പാല് മേടിക്കാൻ ജംഗ്ഷനിൽ ചെന്നപ്പോണ്ട് ഒരു തലയിൽ പെട്ടിയും വെച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എവിടെ പോടാന്ന് ചോദിച്ചപ്പോണ്ട് ഒന്നും മിണ്ടാതെ ബസ്സും പിടിച്ച് കയറിപ്പോയി. അളിയാ, പാർട്ടി ഓഫീസ് പെയിന്റ് അടിക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന 10-12 രൂപ പെയിന്റും കൊണ്ടാണല്ലോ വായി നോക്കി മുങ്ങിയത്. അളിയാ, നമ്മളിനി എന്ത് ചെയ്യും? മേൽഘടകത്തിനോട് എന്ത് സമാധാനം പറയും? നമ്മളല്ല, അളിയൻ. എനിക്ക് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സഹായിക്കാൻ വന്നതല്ലേ. എന്നിട്ടിപ്പോ എന്തിനായി? മൊത്തം പേരുദോഷം അളിയന് കിട്ടിയില്ലേ? എന്റെ പൊന്നളി, അളി ഇങ്ങനെയുള്ള നന്മ ഇനി ചെയ്യാൻ നിൽക്കല്ലേ. എന്റെ പൊന്നു നന്മപരമേ.